പെരിന്തൽമണ്ണ പോലീസ് കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ച 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. മർദ്ദിച്ചതിന്റെ തെളിവുകൾ കിട്ടാതിരിക്കാൻ മൊബൈൽ ഫോൺ ബലമായി വാങ്ങിവെച്ച പോലീസ്. പെരിന്തൽമണ്ണ പോലീസിന്റെ ഈ പൊറോട്ട നാടകത്തിന്റെ കഥ ഈ കുട്ടിയിൽ നിന്ന് തന്നെ നമുക്കറിയാം. മലപ്പുറം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഫുഡ് കൊടുക്കണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും ഞാൻ നന്നായി ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. വീട്ടിൽ അമ്മയും ചേച്ചിയും എനിക്ക് ഫുഡ് തരും ഔട്ടിങ്ങൾക്ക് കൊടുക്കാൻ. എന്തെങ്കിലും ക്രിസ്മസ് ആയപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ കൊട്ടപ്പോൾ ഒരു വട്ടം തന്നെ ഭീഷണി അവർ തടിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, ഹോസ്പിറ്റൽ പൊട്ട് ആൾക്കാരില്ലാത്ത സ്ഥലത്ത് പോയി കൊടുക്കാൻ പറഞ്ഞു എന്നോട്. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അവരൊക്കെ വിളിച്ച് പൊട്ടിക്ക് പോയിട്ടാണ് ഫുഡ് കൊടുക്കാറ്. പഴയ ബോക്ക് പിന്നെ ഞാൻ അറ്റാക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പുതിയ ബോക്കായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളു എനിക്ക്. കാരണം കുഞ്ഞുങ്ങളായിട്ടും പട്ടിക്കുഞ്ഞൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നിട്ട് ഞാൻ എൻ്റെ കൈൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറേ ദിവസമായില്ല പോയിട്ട്. അപ്പോൾ ഒന്ന് പോവാലോ വിചാരിച്ച് ഞാൻ ഒന്ന് പോയി. അപ്പോൾ എന്നോട് കുറേ ആൻറ്റിമാർ പറഞ്ഞു, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല, പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ കാപ്പിപ്പന്ന് പ്രസവിച്ച് കുഞ്ഞാവ് ഉണ്ടായി. അത് കുറേ കുറേ വിഷം കൊച്ച് ആൾക്കാർ കൊന്നു, കുറേ മനപ്പൂർവ്വം വണ്ടി ഇടിച്ച് കൊന്നു, കുറേ പേര് എന്തൊക്കെയോ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ കുറേ എണ്ണം മരിച്ചിട്ടുണ്ട്. പിന്നെ കാപ്പിപ്പന്നെ പ്രസവിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ കാണാൻ ഞാൻ പോയിരുന്നു ഒരു ദിവസം. എന്നിട്ട് ഞാൻ അവൻ്റെ തലത്തെ പേരിന് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അടുത്തൊരു ഏട്ടൻ സ്റ്റാഫ് എന്നെ കണ്ടു. ഒരു ഏട്ടൻ എന്നെ കണ്ടായിരുന്നു. കണ്ടിട്ട് എന്നെ ഇങ്ങനെ നോക്കിപ്പോയി. എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി ഓടി പോയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഒന്നും ആയിട്ട് ഇങ്ങനെ തലയിൽ പെയിൻ കൊള്ളുക എന്ന് പറഞ്ഞു. നീ ഫുഡ് കൊടുക്കാനല്ലേ വന്ന് ചോദിച്ചു. അല്ല, ഒന്ന് ജസ്റ്റ് കാണാനാ, കുറേ മാസങ്ങളായി കണ്ടിട്ട്, എൻ്റെ കയ്യിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഫോട്ടോ ഇട്ട് ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. ആളൊന്നും പറഞ്ഞില്ല, ഇപ്പം തന്നെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ എനിക്കത് നല്ല വിഷമായി. കാരണം എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല വിഷമായി. എന്നിട്ട് ഞാൻ കരയുന്ന ചേട്ടനെ ഫോൺ വിളിച്ചു. ചേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഏട്ടൻ വന്നു. ഒരു കാര്യം ആ ഫോൺ ആ ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു, സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. ഏട്ടൻ സംസാരിച്ചു. പ്രശ്നമൊന്നുമില്ല, നീ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു, വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാൻ സമയത്ത് അയാൾ തന്നെ എന്നെ തടിഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് ചേച്ചിമാരോട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നു. പിന്നെ ഞാൻ പോയി വീട്ടിലേക്ക് പോകുന്ന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ പിന്നാലെ കാപ്പിപ്പെണ്ണിൻ്റെ കുഞ്ഞാവിയും എൻ്റെ കൂടെ വന്നു. ജസ്റ്റ് ഒരു മിസ്, വണ്ടി ഇടിക്കാൻ, ഒരു ഓട്ടോറിക്ഷ ഇടിക്കാനായിരുന്നു, ജസ്റ്റ് ഒരു മിസ്. അപ്പം ഞാൻ വേഗം അതിനിട്ട് മറ്റുള്ള കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് ഇവളാക്കി. എന്നിട്ട് ഞാൻ പോവാലോ വിചാരിച്ച് ഞാൻ പോവായിരുന്നു. അപ്പോൾ എന്നെ അവിടെ കുറേ സ്റ്റാഫുകൾ വന്നിട്ട് എന്നെ അവിടെ തടിഞ്ഞിട്ട് കുറേ ചൂടായി ഭീഷണിപ്പെട്ടൊക്കെ എന്നെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ സെക്യൂരിറ്റീനെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് നല്ല വിഷമായി. അപ്പോൾ എന്നോട് ഒരു താത്ത പറഞ്ഞു, അവിടെ പേഷ്യൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ, പേഷ്യൻ്റെ കൂടെ നോക്കണ ചേച്ചി താത്ത വന്നു. ആ താത്ത എന്നോട് പറഞ്ഞു, ഇവളെ രണ്ട് വിടണ്ട, ഇവളുടെ കൂടെ നിൽക്കുന്ന ആരോ ഏട്ടൻ ഉണ്ടട്ടെ, ആ ഏട്ടൻ വന്നിട്ട് ഇവളെ വിട്ടാൽ മതി, അല്ലെങ്കിൽ ഇവളെ പട്ടിച്ചു പോകുന്നു പറഞ്ഞു. അപ്പം ആക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഏട്ടൻ വന്നു, കോടിയടിപ്പടിക്ക് വരാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് കോടിയടിപ്പടിക്ക് പോകാലോ ചോദിച്ചാൽ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ വിടൂല, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ ഏട്ടനെ വിളിച്ചു. ഞാനിട്ട് മാറി നിന്ന് കസാര ഇരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്ത് എൻ്റെ പിന്നാലെ സെക്യൂരിറ്റി വന്ന് നിന്നു. അവിടെ സെക്യൂരിറ്റി വന്ന് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചി എന്നെ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്തിനാ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ, അത് ആരാന്ന് ചോദിച്ചിട്ട് ആ ആൽമീത്തെ ഏട്ടനാ, സാരാണ്, അതിൽ പ്രശ്നമാവുള്ളൂ, ഇതിനെ ഇതാക്ക് എന്നൊക്കെ കുറേ എന്നോട് പറഞ്ഞു. ഞാൻ എന്നിട്ട് മാറിവ്യാനിക്ക് പട്ടിക്കുഞ്ഞിക്ക് ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഞാനൊന്നും പറഞ്ഞു. എന്നിട്ട് എന്നെ അവർ വിട്ടില്ല. അപ്പം ഞാൻ വിളിച്ച ആ ഏട്ടനെ ഫോൺ വിളിച്ച് വരട്ടി ആ ഏട്ടനെ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചത്. അപ്പം ഞാൻ വെള്ള പേപ്പറിൽ പരാതി എഴുതി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു. ആദ്യം പോലീസ് ഇങ്ങോട്ട് ചൂടായിരുന്നു, നീ എന്തിനാ ഫുഡ് കൊടുക്കാൻ പോയിടുന്ന്. എന്നിട്ട് ഞാൻ പരാതി എഴുതി കൊടുത്തിട്ട് അവ മേടിച്ചൊക്കെ അല്ലാതെ തിരിച്ചു ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല.
കുറേ ഇങ്ങോട്ട് ചീത്ത പറയുകയും അതൊക്കെ ചെയ്യുകയായിരുന്നു ചെയ്തത്. എൻ്റെ മുമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽക്കാർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പോവാലോ വിചാരിച്ചു, ഒരു വട്ടം കൂടി പോവാലോ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പിന്നെ മാസങ്ങളായി. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു, അനുവാദം മേടിച്ചു. അപ്പം അമ്മ പറഞ്ഞു കൊച്ച് പൈസ തരാം, അവൾക്ക് പോയി ഫുഡ് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് മേടിക്കാനുണ്ട്, എനിക്ക് സപ്ലൈ എഴുതാനുണ്ട്, ലണ്ടനുണ്ട് എഴുതാൻ, അപ്പം ടെക്സ്റ്റ് ബുക്ക് ഇല്ല, എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് മേടിച്ചോ, പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മക്ക് കിട്ടുന്ന പൈസ അമ്മ വീട്ടിൽ അലമാര സൂക്ഷിച്ച് വെക്കാറ്, അല്ലെങ്കിൽ എൻ്റെ കൈ തരും, പെട്ടിയിട്ട് വെക്കാൻ തരും, അങ്ങനെ വെക്കുന്ന പൈസയായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മക്ക് 4700 രൂപ തന്നു. ആ പൈസ ഞാൻ ബാഗിൽ ഫസ്റ്റ് സിബിൽ അവിടെ വെച്ചു. എന്നിട്ട് എൻ്റെ മണ്ടയിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇവിടുന്ന് ബസ് കയറുന്ന സമയത്ത് അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് വിളിച്ച് സ്റ്റാൻഡിൽ എത്തി TV റീചാർജ് ചെയ്തു. അവിടുന്ന് ഞാൻ EMS ബസ് കയറി. ബസ് കയറിയപ്പോൾ ഞാൻ കമ്പിൽ പിടിച്ചോടിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സൈഡിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു, ടാറ്റയും എൻ്റെ പോയിക്കുന്ന പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബസ് പോയി അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തി. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഞാൻ മുമ്പിക്ക് പോവായിരുന്നു, കാരണം ബാക്കിക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നല്ല തിരക്കാണ്, ഇറങ്ങാൻ പറ്റില്ലല്ലോ വിചാരിച്ച് മുമ്പിക്ക് ഞാൻ പോവായിരുന്നു ചെയ്തത്. മുമ്പിക്ക് നിന്ന സമയത്ത് കമ്പി പിടിച്ചോടിക്കായിരുന്നു. എൻ്റെ മുമ്പിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ചേച്ചിമാരുണ്ടായിരുന്നു, അവരുടെ മുമ്പിലാണ് താത്ത നിന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് കുറേ പേര് ഇറങ്ങായിരുന്നു. അപ്പോൾ ഈ താത്ത ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ താത്ത കഴിഞ്ഞിട്ട് കുറേ പേര് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇറങ്ങി കഴിഞ്ഞിട്ട് തിരക്കിറങ്ങിയ ശേഷം പോകാലോ വിചാരിച്ച് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അവരൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങാലോ വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്ത് താത്ത പറഞ്ഞു എൻ്റെ ബാഗിന് പൈസ കാണുന്നില്ല, ബാഗ് തൊന്നിരിക്കുക, എൻ്റെ പൈസ പോയിന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ട് പറഞ്ഞു അയ്യോ ബസ്സിൽ എവിടെ നെട്ട് വീണിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നെട്ടിലൊക്കെ നോക്കി പൈസ കണ്ടില്ല. അപ്പോൾ താത്ത പറഞ്ഞു 4500 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ താത്ത പറഞ്ഞത്, പൈസ ഇത്ര രൂപ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. എന്നിട്ട് ആ താത്ത പൈസ കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം, ഹോസ്പിറ്റലിൽ ബില്ലടിക്കണം, അങ്ങനെ കുറേ ആവശ്യത്തിന് വെച്ച് പൈസ കിട്ടിയേ പറ്റുള്ളൂ എന്ന് ആ താത്ത ഇങ്ങനെ ആർട്ടിപ്പിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ താത്ത വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ആ താത്തയെ ചോദിച്ചു നിങ്ങളുടെ ബാക്കിൽ ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഈ കുട്ടി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നെ വിളിച്ചു, ബാഗ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ബാഗ് കാണിച്ചു. എന്താ കാര്യം ചോദിച്ചു. നീ ഈ താത്തയുടെ ബാഗിന് പൈസ ഇട്ട് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിൽ കോളേജിൽ പഠിക്കുന്ന ചേച്ചിമാരുണ്ടായിരുന്നു, അവർ കഴിഞ്ഞിട്ട് ഞാനെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പൈസ എവിടുന്നാ ചോദിച്ചു. ഇതൊക്കെ അമ്മ തന്നെ പൈസയാന്ന് പറഞ്ഞു. എന്തിനാ ചോദിച്ചു. പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ. കുറേ മാസങ്ങളായി കുഞ്ഞുങ്ങളെ കണ്ടിട്ട്, അവർക്ക് നല്ല കാണാണെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ല ബിരിയാണിയോ ചിക്കൻ ബിരിയാണി അങ്ങനെ മേടിച്ച് കൊടുക്കാമെന്ന് വച്ച പൈസയായിരുന്നു. പിന്നെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാനുള്ള പൈസയായിരുന്നു എന്ന് പറഞ്ഞു. അത് 8 രൂപ എന്തിനാന്ന് ചോദിച്ചു. ബാക്കി പൈസ അലമാരിട്ട് വെക്കാൻ വേണ്ടി. ബാക്കി 8 രൂപയൊന്നും ആയിട്ടില്ല, ആ പൈസ ബാക്കി ഉണ്ടെങ്കിൽ അലമാരിട്ട് വെക്കാൻ അമ്മ പറഞ്ഞു പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു നീ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ കയറിയിരുന്നു. എന്നിട്ട് കയറിയപ്പോൾ ഒരു ലേഡി പോലീസ് വന്നിട്ട് ചോദിച്ചു ഒരു റൂമിനുള്ളിൽ കയറ്റി ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. ഡ്രസ്സ് മാറ്റി. എന്നിട്ട് ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് എന്നെ ആ ബെഞ്ചിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ബെഞ്ചിൽ കയറിയിരുന്നു. പിന്നെ രണ്ടാണ്ടും കുറേ കഴിഞ്ഞിട്ട് പിന്നെയും പോലീസ് വന്നു. അതിപ്പോൾ 2 ലേഡീസ് പോലീസ് ആയിരുന്നു. 2 ലേഡീസ് പറഞ്ഞു ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ഞാൻ മാറി. പിന്നെ ഇടാൻ പറഞ്ഞു. ഇട്ടു. ബെഞ്ചിൽ പോയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 വട്ടം 3 പോലീസുമാരും ലേഡീസ് പോലീസ് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് മാറ്റിപ്പിച്ചു. പിന്നെ ബെഞ്ചിൽ പോയിരിക്കാൻ പറഞ്ഞു ഇരുത്തി. പിന്നെ എൻ്റെ ഫോൺ ഞാൻ അമ്മയുടെ ഫോണാണ് യൂസ് ചെയ്യാറ്. ആ ഫോൺ വന്നിട്ട് മേടിച്ചു വെക്കുകയും ഞാൻ ആർക്കൊക്കെ മെസ്സേജ് അയക്കേണ്ട അത് നോക്കുകയും പിന്നെ ഫോട്ടോസ് നോക്കുകയും വാട്സപ്പ് നോക്കുകയും ഫോൺ കോളൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. ഞാൻ ചോദിച്ചു എന്തിനാ അതൊക്കെ നോക്കാന്ന് ചോദിച്ചു. അതിന് ഈ പെണ്ണിന് അറിയേണ്ട ആവശ്യം, നീ ആ അയാൾക്ക് മിണ്ടാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് എന്നെ ചോദിച്ചു ഈ മാല സ്വന്തമാണോ ചോദിച്ചു. ആ സ്വന്തമാണെന്ന് പറഞ്ഞു. അത് ഊരി തരാൻ പറഞ്ഞു. ഞാൻ തരുവിയാന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് എന്നെ ഒരു
ഒരു പോലീസ് തടിയില്ലാത്ത അത്യാവശ്യം മെലിഞ്ഞിട്ട് കട്ടി മീശയുള്ള ഒരു പോലീസിനെ വിളിച്ചു കൊണ്ടുപോയി എന്നെ ആ റൂമിലിട്ടി. പോലീസ് സ്റ്റേഷൻ നേരെ ബാക്കിൽ ഗില്ല് എന്നിട്ട് നേരത്തെ അടിച്ചു. എന്നിട്ട് ബെഞ്ചിൽ കസാര ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. ഞാൻ എന്നോട് ചോദിച്ചു, നീ പട്ടിക്കുഞ്ഞിന്റെ കേസ് പിൻവലിക്കുന്നുണ്ട് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അതെന്താ ചോദിച്ചു. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം, അതുവരെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ചെയ്യുന്നു പറഞ്ഞു. ഫുഡ് കൊടുക്കണ വരെ ഞാൻ കേസ് മുമ്പേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു. നീ ഇന്ന് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ അടിച്ചു. ഇവിടേക്കാണ് അടിച്ചത്. അടിച്ച വാട്ടിന് പിന്നെയും കുറേ അടിച്ചു. പിന്നെ 2 കൈ മായി അടിച്ചു. അതിക്ക് നന്നായിട്ട് വേവിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ സാറ് എന്നെ അടിക്കുന്നത്? ഞാൻ തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ സാറെന്തിനാ എന്നെ അടിക്കുന്നത് ചോദിച്ചു. അപ്പൊ സാറ് എന്നാ ചോദിക്കാന്, നീ തലക്കുട്ടൻ പറയണോടി എന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റടി. പിന്നെയും കഴിക്കാന്ന് പിന്നെ അടിച്ചു. കുറെ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തി. അമ്മേനെ വിളിച്ചു വരുത്തിയപ്പോൾ താത്ത അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. താത്തേനെ വിളിച്ചു വരുത്തി. എൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തി. അമ്മേനെ അപ്പട്ട് കൊണ്ടിട്ട് കുറെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ പോലീസ് ചോദിച്ചു, ഈ പൈസ ഇട്ടതല്ലായിരുന്നു, ഇവിടെ കയ്യിൽ 4500 700 പൈസ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ പൈസ ഇട്ടതില്ലായിരുന്നു, ഇത് കുറവാണ്, നിങ്ങൾ ബാക്കി പൈസ കൊട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 2 പൈസയാണ് കളഞ്ഞു. എന്നിട്ടായിട്ട് നിങ്ങൾ സമ്മതിച്ചിട്ടില്ല, ഇത് അവരുടെ പൈസയാണെന്ന് അവർ പറയുന്നത്. പോലീസ് അവരുടെ ഭാഗത്താ നിൽക്കുന്നത്, സത്യത്തിൽ വാട്ടിലല്ല നിൽക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് പോലീസ് അമ്മ ATM അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ അമ്മ ATM 500 എടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ATM തന്നു. അത് പിടിച്ചു ചോദിക്കണേ, അന്നൊരു ബാക്കി പൈസ കൊട്ടേ പറ്റുള്ളൂ ചോദിക്കായിരുന്നു. എന്നിട്ട് എൻ്റെ അമ്മ ATM എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എന്നിട്ട് പോകാൻ നിൽക്കുമ്പോ എൻ്റെ പിന്നാലെ ഒരു താത്ത ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫാണെന്ന് തോന്നുന്നത്, കാരണം യൂണിഫോം ഇല്ല, കളർ ഡ്രസ് ഇട്ട ഒരു താത്തയായിരുന്നു. എൻ്റെ കൂടെ വന്നിട്ട് എന്നെ പിടിച്ചിങ്ങനെ നുള്ളിയിട്ടായിരുന്നു പോയോടിയുന്നത്. ചെന്തിനെ എന്നെ നുള്ളി ചോദിച്ചു, കൈ എടുക്കാൻ ഞാൻ ഓടിപ്പോയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നീ ചിലപ്പോൾ ഓടിപ്പോയാലോ എന്നിട്ട് എന്നെ തികിലി വിളിച്ചു, പട്ടീന്ന് വിളിച്ചു. നമ്മള് താത്ത വെറുതെ എന്നെ തികിലി വിളിക്കണ്ട, എനിക്ക് പൊളിച്ച് തികിലി പറയാൻ ആരാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ തലയിൽ 2 കൊട്ടും കൊട്ടി വേറെ ATM പൈസ ഇട്ടിട്ട് നേരെ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് എൻ്റെ കഴിക്കുന്ന പൈസയും അമ്മയുടെ ATM ഇട്ട പൈസയും നീ കൊട്ടേ പറ്റുള്ളൂ, നീ ലാസ്റ്റ് സോയും പറയണം എന്ന് പറഞ്ഞിട്ട് ആ പൈസ ഒരുമിച്ച് തന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം കൊടുത്തില്ല, പിന്നെ കൊട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊടുത്തു. നീ സോയി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സോയി പറയൂയാ പറഞ്ഞു. തെറ്റ് ചെയ്ത മാട്ടെ ഞാൻ സോയി പറയൂ, അല്ലാതെ ഞാൻ സോയി പറയൂയാന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നെ പിന്നെയും സോയി പഠിപ്പിച്ചു. പക്ഷെ ഞാൻ പറയൂയാന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ താത്ത പറഞ്ഞു പറയാതൊന്നും ഇല്ല, എഴുതി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് ആ താത്ത ഒപ്പൊക്കെ ഇട്ടിട്ട് ആ താത്ത എൻ്റെ പൈസ കൊണ്ട് എൻ്റെ അമ്മേൻ്റെ ATM പൈസ ഇട്ടിട്ട് കൊണ്ടും ആ താത്ത പോയി. എന്നിട്ട് എൻ്റെ ആദ്യം ഡ്രസ്സ് ഒഴിപ്പിച്ച പോലീസ് വല്ല പെപ്പ എന്തൊക്കെയോ എഴുതിട്ട് എൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഒപ്പും എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പും ഫോൺ തിരിച്ച് തന്നു എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പോയി. പക്ഷെ അടിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് കാര്യം പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷൻ പൊട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നിങ്ങൾ പോലീസ് ഡ്രസ്സ് ഒഴിപ്പിച്ചു, എന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ ചോദിക്കാൻ പോകാൻ വേണ്ടി ഇരുന്നു. ഞാൻ അമ്മയോട് തടഞ്ഞു. ഇപ്പൊ വേണ്ട, നമുക്ക് ആ സാറിനോട് പറയാം, അപ്പൊ സാർ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണിച്ചപ്പോ അമ്മ നേരെ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി. കാരണം അമ്മ ജോലി പൗഡർ ഇട്ടിട്ടാ വന്നത്. അപ്പൊ EMS നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പൊ അമ്മ പോയി. ഞാൻ പ്രസിഡേഷൻ പള്ളിയുടെ അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ ഈ ചേട്ടനോട് പറയുന്നു. ശൈലാൻഡിയോടും ഒക്കെ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. മാവാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പം ഞാൻ കൂടെ ആരില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പം എനിക്ക് അഡ്മിറ്റ് ആവാൻ പറ്റൂലെന്ന് പറഞ്ഞു. പിന്നെ അവൻ മെഡിസിൻ തന്നു, എന്നെ പറഞ്ഞ് ഡിസ്ചാർജ് ആക്കി വിട്ടു. പിന്നെ എനിക്ക് നല്ലോണം വേണിച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം അമ്മ ജോലി വിട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ പിന്നെയും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കൈ ഗ്ലൂക്കോസ് കെട്ടി. പിന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുക്കാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. കുറേ സൂചിയും അതൊക്കെ വിളിച്ചു, നല്ല ബില്ലൊക്കെ ആയി.
ഇപ്പോഴും ആ സമയത്തൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. കൈ ഒരു ഭാഗത്ത് തിരിഞ്ഞ് കിടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കൈ നല്ല നീല കളറായിരുന്നു. എനിക്ക് സാലറി കിട്ടിയ പൈസയാണ് 4100 രൂപ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ബാക്കി പൈസ ഞാൻ ആക്കി. അപ്പോൾ കൊച്ചിന് പുസ്തകം മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പം പട്ടിക്കുഞ്ഞിനും ഭക്ഷണം കൊടുക്കാം. അങ്ങനെ പൈസ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി. മോള് ബസ് കയറിയപ്പോൾ ഫോൺ വന്നു, അമ്മ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. അങ്ങനെ പോയപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഞാൻ ഇവിടുന്ന് EMS എത്തിയപ്പം കുറേ കഴിഞ്ഞു. ഡ്യൂട്ടി സമയത്താണ് അവർ ഫോൺ വെച്ചു. പോലീസ് വിളിച്ചു. അന്നേരം ഞാൻ എടുത്തില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ എടുത്ത് എന്താ സാറേന്ന് ചോദിച്ചു. പെരുന്നോണ പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സാറിനോട് വിവരം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് പോയത്. പോയപ്പോഴാണ് ഈ സംഭവം എല്ലാം അറിയുന്നത്. ഞാൻ പറഞ്ഞു കൊച്ചങ്ങനെയൊന്നും ചെയ്യുകയല്ല, സത്യവശം അറിയുന്നത് ക്യാമറ ഉണ്ടല്ലോ, എല്ലാ ബസ്സിലും ക്യാമറ ഉണ്ടല്ലോ, ചെക്ക് ചെയ്ത് നോക്കേ, അപ്പോൾ അറിയാവില്ലോ എന്ന് പറഞ്ഞു. അവർക്കതൊന്നും പറ്റുകയല്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ അവർ തട്ടിപ്പറിച്ച് മേടിച്ചു. ഇതാണ് അവിടെ നടന്ന സംഭവങ്ങൾ. എനിക്കത് മനസ്സിലായി. എന്നെ കേസ് പട്ടിക്കുഞ്ഞിൻ്റെ കേസ് പിൻവലിക്കുമോന്നൊക്കെ ചോദിച്ചു കുറേ വട്ടം. പിന്നെ എന്തിനാ അവർ ഉള്ളിൽ കേട്ടി കുറേ എന്നെ അടിച്ചൊക്കെ ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ ഈ പട്ടിക്കുഞ്ഞിൻ്റെ കേസ് പിൻവലിപ്പിക്കാനുള്ള ഇതായിരുന്നു മനസ്സിലായി. പിന്നെ ഈ കേസ് കള്ളക്കേസാണ് എനിക്ക് നന്നായിട്ട് ഇപ്പം മനസ്സിലായി. എന്നെ അടിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ അവർ പിന്നെയും ചോദിക്കട്ടെ നീ കേസ് പിൻവലിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ ഇല്ലാന്നാ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞ് എല്ലാം ഇത് കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ ഒരു വട്ടം പോലീസ് എന്നെ വിളിച്ചു. പിന്നെ പോലീസ് അടിച്ചോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അടിച്ചെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പെണ്ണമ്മ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പരാതി വെള്ളപ്പേപ്പർ എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിഷാന്റിൻ്റെ ഫോൺ വെച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പം ആൻറ്റി പറഞ്ഞു മറ്റേ സാമാർ പരാതി പോവണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഓക്കേന്ന് ഞാൻ പറഞ്ഞു. പിന്നെ 2 വട്ടം വിളിച്ചു. പിന്നെ ഇതേപോലെ തന്നെ ചെയ്തു. പിന്നെ ഞാൻ അങ്ങോട്ട് ആ കോൾ എടുക്കാൻ പോയില്ല. പിന്നെ എൻ്റെ അമ്മേനെ മിന്നാണ് ഈയിടെ വിളിച്ചായിരുന്നു. കേസ് പിൻവലിക്കുക അല്ലെങ്കിൽ എൻ്റെ തൊപ്പി പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പൈസ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല. ഈ കുട്ടി ബസ്സിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ബസ്സിലുണ്ടായിരുന്ന കുറേ പേർ പല സ്റ്റോപ്പുകളിലായി ഇറങ്ങിയിട്ടുമുണ്ട്. പൈസ നഷ്ടപ്പെട്ട സ്ത്രീക്ക് പുറകിൽ കോളേജ് കുട്ടികളായിരുന്നു എന്ന് പറഞ്ഞിട്ടും പോലീസ് ഈ വിവരം മുഖവിലക്കെടുത്തില്ല. ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്തു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചതിന്റെ വാർത്ത ചെയ്യാൻ മനോരമയോടും 24നോടും ആവശ്യപ്പെട്ടപ്പോൾ വിശദമായി പഠിച്ചിട്ട് ചെയ്യാമെന്ന് മറുപടി. പറഞ്ഞിട്ട് കാര്യമില്ല, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. പോലീസിന്റെ പൊറോട്ട നാടകം ഇവിടെ അവസാനിക്കുന്നു. ഇനി ഊഴം ഞങ്ങളുടേതാണ്. കാരണം മിണ്ടാപ്രാണികളുടെ ശബ്ദമായി ഞങ്ങൾ ഈ കുട്ടിക്കൊപ്പമുണ്ട്.